നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കശ്മീരിൽ നടന്ന സംഭവം നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയെല്ലാം കണ്ടിട്ടുണ്ട്. ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം സേനാ വിഭാഗങ്ങൾ പരാജയപ്പെടുത്തുന്നു. നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 2 ഭീകരർ കൊല്ലപ്പെടുന്നു. ഈ 2 ഭീകരരും ലഷ്കർ ഇ തൊയ്ബ ഭീകരരാണ് എന്ന് പിന്നീട് കണ്ടെത്തുന്നു. ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭീകരന്മാരാണ്, കൊടും ഭീകരന്മാരാണ് കശ്മീർ അതിർത്തിയിൽ ഇന്നലെ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിച്ചത്. ഇവർ രണ്ടുപേരും സത്യത്തിൽ ഈ ഷോപ്പിയാൻ മേഖലയിലാണ് ഇങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടാകുന്നത്. സക്കീർ അഹമ്മദ് ഖാനി എന്ന ലഷ്കർ ഇ തൊയ്ബയുടെ കൊടും ഭീകരൻ, ഇയാളുടെ ഒരു സഹായിയായിട്ടുള്ള ലത്തീഫ് ഭട്ട്, ഇവർ രണ്ടുപേരുമാണ് നുഴഞ്ഞു കയറാൻ അതിർത്തി വഴി ശ്രമിച്ചത്. കശ്മീർ നിയന്ത്രണ രേഖ വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത്. ഉടൻ തന്നെ സൈന്യത്തിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നു. അതോടുകൂടി ഭീകരരെ കുറിച്ചുള്ള തിരച്ചിൽ അവിടെ ആരംഭിക്കുന്നു. അങ്ങനെ 7:45 പരസ്പരം ഏറ്റുമുട്ടലുണ്ടാകുന്നു. വൈകുന്നേരം 7:45 പരസ്പരം ഏറ്റുമുട്ടലുണ്ടാകുന്നു. അങ്ങനെ 2 ഭീകരന്മാർ കൊല്ലപ്പെടുന്നു. രണ്ടുപേരും ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരന്മാരാണ്. അവരെല്ലാം ഹൈ പ്രൊഫൈൽ ഭീകരന്മാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പഹൽഗാം ഭീകരാക്രമണം നടത്തിയതുൾപ്പെടെ അതിർത്തിയിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരരാണ്. അവർ ജമ്മു കശ്മീർ അതിർത്തി വഴി നുഴഞ്ഞു കയറുകയും ദിവസങ്ങളോളം ജമ്മു കശ്മീരിനകത്ത് ഒളിച്ചു താമസിക്കുകയും ഭീകര ആക്രമണ ഗൂഢാലോചന നടത്തുകയും അതിനുശേഷമാണ് വിനോദസഞ്ചാരികൾ ഏറെ വരുന്ന പഹൽഗാമിൽ ആക്രമണം നടത്താൻ ആലോചന നടത്തുന്നതും പിന്നീട് ആക്രമണം നടത്തുന്നതുമെല്ലാം. ഏതാണ്ട് 26ഓളം വരുന്ന വിനോദസഞ്ചാരികൾക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയെ പലതും പഠിപ്പിച്ചു. അതിനുശേഷം ഒരു കാരണവശാലും ഒരുത്തനും അതിർത്തി വഴി നുഴഞ്ഞു കയറരുത് എന്ന കർശനമായ നിർദ്ദേശമാണ് പ്രതിരോധ മന്ത്രാലയവും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സുരക്ഷാ സൈനികർക്ക് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ വിശദമായ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇങ്ങോട്ട് അതിർത്തിയിൽ വളരെ കൃത്യമായ നിരീക്ഷണമാണ് ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അടക്കമുള്ള നിരീക്ഷണം അവിടെയുണ്ട്. ഈ നിരീക്ഷണം അറിയാതെയാണ് ഈ പറയുന്ന ഷോപ്പിയാൻ മേഖലയിലേക്ക് ലഷ്കർ ഭീകരന്മാർ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തോക്കിനിരയാവുകയായിരുന്നു, ശരീരം അരിപ്പയാവുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യൻ സൈന്യം 2 ഭീകരരെ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ഇല്ലാതാക്കുന്നു. ഇതിന് തീർച്ചയായും ഇനിയിപ്പോൾ ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് കശ്മീർ വഴിയായാലും ബംഗാൾ വഴിയായാലും ത്രിപുര വഴിയായാലും ഗുജറാത്ത് വഴിയായാലും അതിർത്തി പ്രദേശങ്ങൾ ഇപ്പോൾ ഇന്ത്യ സുരക്ഷിതമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ അതിർത്തി പ്രദേശങ്ങളിലൂടെ ഒരു കാരണവശാലും ആർക്കും നുഴഞ്ഞു കയറാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ അതിർത്തിയിൽ വന്ന മാറ്റങ്ങളാണ്. ആധുനിക ഉപഗ്രഹ സംവിധാനങ്ങളടക്കം ഇപ്പോൾ അതിർത്തിയിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നു. മാത്രമല്ല ഡ്രോണുകൾ, അതിർത്തിയിൽ നിന്നും അകത്തേക്ക് ഡ്രോണുകൾ പറന്നു വന്നാൽ അത് വളരെ മുമ്പ് തന്നെ കണ്ടെത്തുന്നതിനുള്ള ഡ്രോൺ ഡിറ്റക്ടറുകൾ ഉപയോഗിക്കുന്നു. അത്യാധുനികമായ ഉപഗ്രഹങ്ങളാണ്, ഈ റിസാറ്റ് ശ്രേണിയിൽപ്പെട്ട ഉപഗ്രഹങ്ങളാണ് ഇന്ത്യ സൂക്ഷ്മമായി അതിർത്തി പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ ഉപഗ്രഹങ്ങൾ കുറുക്കൻ കണ്ണുകളുമായി അവിടുത്തെ ട്രൂപ്പ് മൂവ്മെന്റും അതോടൊപ്പം തന്നെ അതായത് ശത്രു സൈന്യത്തിന്റെ നീക്കങ്ങളും അതോടൊപ്പം തന്നെ ടെറൈൻ ചേഞ്ച്, ആ മേഖലയിൽ ഉണ്ടാകുന്ന ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ അതുൾപ്പെടെ നിരീക്ഷിച്ചുകൊണ്ട് സദാ റിസാറ്റ് ഉപഗ്രഹങ്ങൾ അതിർത്തിയിൽ റോന്ത് ചുറ്റുകയായിരുന്നു. ഇതുവഴി ഇത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറ്റം ഇപ്പോൾ അസാധ്യമാണ്. ഏറെക്കുറെ സുരക്ഷാ സൈനികർ ഡ്രോൺ സോർട്ടികൾ നടത്താറുണ്ട്. അതായത് അതിർത്തി പ്രദേശങ്ങളിലൂടെ നമ്മുടെ ഡ്രോണുകൾ പറപ്പിച്ച് നിരീക്ഷണം നടത്താറുണ്ട്. അത് BSFും ആർമിയും എല്ലാം ഒരുപോലെ ഇപ്പോൾ അധികമായി ഡ്രോൺ സോർട്ടികൾ നടത്താറുണ്ട്. മാത്രമല്ല അതിർത്തിയിൽ ഇപ്പോൾ സൈന്യം ഗ്രൗണ്ട് പെനട്രേഷൻ റഡാർ ഉപയോഗിക്കുന്നുണ്ട്. AI ഉപയോഗിച്ചുകൊണ്ടുള്ള സർവൈലൻസ് സിസ്റ്റവും അതിർത്തിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നുഴഞ്ഞുകയറ്റം പഴയതുപോലെ അല്ല, നുഴഞ്ഞുകയറ്റം ഏറെക്കുറെ അസാധ്യമാണ് എന്ന് തന്നെ പറയാം. സുരക്ഷാ സൈന്യത്തിന് കൃത്യമായി തന്നെ വിവരങ്ങൾ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉടനടി സുരക്ഷാ സൈന്യത്തിന് ഇക്കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇങ്ങനെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ വർദ്ധിപ്പിച്ചിരുന്നു. അത് ഈ പറയുന്ന നിയന്ത്രണ രേഖയിൽ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ഉണ്ട്. ഇതറിയാതെ എത്തിയ ഭീകരരാണോ ഇപ്പോൾ ഇങ്ങനെ അരിപ്പയായിരിക്കുന്നത് എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. 2 ഭീകരരെയും സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. 2 ഭീകരരെയും മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് സൈന്യം കീഴ്പ്പെടുത്തിയതും കൊലപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും
അതിർത്തികൾ അത് സംരക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നയമാണ്. കശ്മീരിൽ ആദ്യം നരേന്ദ്രമോദി സർക്കാർ, അതായത് ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ അധികാരമേറ്റ ഉടൻ തന്നെ കശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്തുകളയാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. അത് വളരെ വിജയകരമായി തന്നെ കേന്ദ്ര സർക്കാർ പൂർത്തീകരിച്ചിരുന്നു. അവിടെ നിലനിന്നിരുന്ന ഭീകരത ഇല്ലാതാക്കാനും ഭീകര സംഘടനകളെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് തള്ളാനുമൊക്കെ ഇത് സഹായമായിരുന്നു. പിന്നീട് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് ലഷ്കർ ഇ ത്വയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദും പ്രവർത്തനം തുടർന്നിരുന്നു. ഇവർ ഇപ്പോഴും പ്രവർത്തനം തുടരുകയാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ നുഴഞ്ഞുകയറ്റ ശ്രമം. നുഴഞ്ഞു കയറാൻ ശ്രമിച്ചവർ രണ്ടുപേരും ലഷ്കറിൻ്റെ ഹൈ പ്രൊഫൈൽ നേതാക്കന്മാരാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം, ഇന്ത്യക്കകത്തേക്ക് രഹസ്യമായി കടക്കുകയും രഹസ്യമായി താമസിക്കുകയും ചെയ്തിട്ട് ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം നടത്താനുള്ള ഭീകരരുടെ പദ്ധതിയായിരുന്നു ഇത് എന്ന് വ്യക്തമാണ്. പാകിസ്ഥാൻ സർക്കാരിൻ്റെയും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും മൗനാനുവാദത്തോടു കൂടിയാണ് ഈ നുഴഞ്ഞുകയറ്റം നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്തായാലും ഈ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചുള്ള വളരെ കാര്യക്ഷമമായ അന്വേഷണം കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അടക്കം നടത്തുന്നുണ്ട്. ഈ അന്വേഷണത്തിൽ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ, അതായത് ആരാണ് നുഴഞ്ഞു കയറിയത് എന്ന് കൃത്യമായി കഴിഞ്ഞിരിക്കുന്നു. എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം, ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വേണം ഇവരുടെ ആക്രമണം തടയാൻ എന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായും അന്വേഷണത്തിൽ തെളിഞ്ഞു എന്ന് വരാം. എന്തായാലും കാശ്മീരിലെ സുരക്ഷ, അത് അതിർത്തിയിലെ സുരക്ഷ, അതിപ്പോൾ പഴയതുപോലെയല്ല. ഇന്ത്യ അങ്ങേയറ്റം ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. ഉപഗ്രഹങ്ങളെ പോലും ഉപയോഗിച്ചുകൊണ്ടാണ് നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യ നേരിടുന്നത്. ആ സാഹചര്യത്തിൽ രാത്രിയുടെ മറവിൽ ഇന്ത്യക്ക് അകത്തേക്ക് നുഴഞ്ഞു കയറാനും നുഴഞ്ഞു കയറിയതിനു ശേഷം ഇന്ത്യയിൽ ആക്രമണം നടത്താനുമുള്ള ഭീകരരുടെ പദ്ധതിയാണ് ഇപ്പോൾ പൊളിഞ്ഞത്.